ഗൈസ്, അപ്പോൾ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. അല്ലു അർജുൻ്റെയും ഫസ്റ്റിൽ ടൈറ്റിൽ ലുക്ക് പോസ്റ്റർ അടിപൊളി. അല്ലു അർജുൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അതിൻ്റെ ഒരു റിയാക്ഷൻ ആയിട്ടാണ്, നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അല്ലു അർജുൻ്റെ ടൈറ്റിൽ പോസ്റ്റർ ഇന്ന് റിലീസാണ്. അപ്പോൾ 11 മണിക്ക് ഇന്നലെ റിലീസായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ ഞാൻ ചെയ്യാൻ പറ്റിയില്ല. അത് കാരണം ഞാൻ 2 പോസ്റ്ററും കൂടെ ഇപ്പോൾ തന്നെ റിയാക്ഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. നല്ല അടിപൊളി പോസ്റ്റേഴ്സും കാര്യങ്ങളാണ്. ആദ്യം വിട്ടത് നമുക്ക് എന്തായാലും നോക്കാം. ഇന്ന് അല്ലു അർജുൻ്റെ ബർത്ത്ഡേ ആണ്. എന്തായാലും അതിനു മുന്നേ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ അല്ലു അർജുൻ. അപ്പോൾ ഐക്കൺ സ്റ്റാർ എന്നല്ല അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അടിപൊളി 2 പോസ്റ്റേഴ്സ് വിട്ടിട്ടുണ്ട്. ഇന്നലെ മെനിങ്ങാന്ന് ഒരു ഇത് റിവീൽ ചെയ്യാനൊരു ഇത് വിട്ടായിരുന്നു. അതിൻ്റെ റിയാക്ഷനും പിന്നെ ഫസ്റ്റ് ലുക്കിൻ്റെ റിയാക്ഷൻ നമുക്കൊന്ന് ചെയ്യാം. എന്തായാലും ടൈറ്റിലാണ് റിവീൽ ചെയ്യുന്നത്. ഫസ്റ്റ് ലുക്ക് ഇത് നമുക്കൊന്ന് ജസ്റ്റ് പറയാനേ പറ്റുള്ളൂ. ഇനി വേറെ വല്ലതും ആയിട്ടായിരിക്കും ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞ് വിടുന്നത്. എന്തായാലും ഞാൻ 2 ഒന്ന് റിയാക്ഷൻ ചെയ്യാം. നമുക്കെന്തായാലും നോക്കാം. ഇത് പറയപ്പെടുന്ന അല്ലു അർജുൻ്റെ 22ാമത്തെ പടമാണ് അള്ളിയായിട്ടുള്ളത്. 23 ലോകേഷ് കനകരാജിൻ്റെ കൂടെ ചെയ്യുന്നത്. അപ്പോൾ 22ാമത്തെ പടം അള്ളിയാണ്. പിന്നെ അള്ളിയിലെ 6ാമത്തെ പടവും. നമുക്കറിയാം എല്ലാം ബോക്സ് ഓഫീസ് ഹിറ്റുകളാണ് അള്ളി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പലരും പറയാറുണ്ട്. പക്ഷെ അതൊന്നും കണക്കാക്കാതെ തന്നെ ഹിറ്റ് സമ്മാനിക്കുന്ന ഒരേ ഡയറക്ടർ അത് അള്ളി തന്നെയാണ്. നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും ഞാൻ ഫസ്റ്റ് ഒരു പോസ്റ്റർ നമുക്ക് മെനിയാന്നിട്ട പോസ്റ്ററിൻ്റെ ഒന്ന് നോക്കാം. റിവീൽ എപ്പോഴാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു പോസ്റ്റർ. നമുക്കത് നോക്കാം. എന്താ ഇതാണ്. ഒരു രക്ഷയില്ല. എന്തോ ഒരു കരടിയുടെ കൈ പോലെ എന്തോ ഒരു സാധനമാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു വെറൈറ്റി അടിപൊളി. എൻ്റെ മോനെ, എഡിറ്റിങ് കാര്യങ്ങളും കളറും ഒരു രക്ഷയില്ല. ഗ്രേഡിംഗ് ഒക്കെ ഒരു രക്ഷയില്ല. അടിപൊളി പോസ്റ്ററാണ് അവർ തന്നിരിക്കുന്നത്. ഒരു കൈ, കരടിയെ പോലത്തെ ഒരു കൈ, എന്തോ ഒരു ജീവിയാണെന്ന് തോന്നുന്നു. ഊൾഫ്മാനെ പോലെയൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു കൈയാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഇത് തന്നെയാണ്, പോസ്റ്റർ തന്നെയാണ് അവർ വെളിയിൽ വിട്ടത്. ഇപ്പം ജസ്റ്റ് അതിൽ വേറെ ഒന്നും എഴുതിയിട്ടില്ല. സൺ പിക്ചേഴ്സ് കലാനിധി മാരൻ പ്രസൻസ് AA22A6 മീൻസ് അല്ലു അർജുൻ 22ാമത്തെ പടം, അഡ്ലിയുടെ 6ാമത്തെ പടം. ടൈറ്റിലാണ് റിവീൽ ആകാൻ പോകുന്നത്. ഏപ്രിൽ 8 എന്ന് പറഞ്ഞാൽ ഇന്നലെ അല്ലു അർജുൻ്റെ പിറന്നാളിൻ്റെ അന്ന് 11 മണിക്ക് അവർ റിവീൽ ചെയ്യുമെന്ന് ഇട്ടിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത പോസ്റ്റർ തന്നെ, ഒന്നും പറയാനില്ല. ബ്രഹ്മാണ്ഡ പോസ്റ്റർ, അടിപൊളി പോസ്റ്റർ എന്ന് തന്നെ പറയാം കേട്ടോ. ഇങ്ങനത്തെ ഒരു ഫസ്റ്റ് ലുക്ക് ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ നല്ലൊരു പോസ്റ്റർ. ഇത് പെട്ടെന്ന് നമുക്കിങ്ങനെ ഇത് ഡീകോഡ് ചെയ്യാനൊന്നും പറ്റില്ല. എനിക്ക് തോന്നുന്നു അല്ലു അർജുനാണ് ഈ ക്യാരക്ടർ. 2-3 റോളുണ്ടെന്ന് നമ്മൾ കേട്ടായിരുന്നു. ഇനി അറിഞ്ഞുകൂടാ എങ്ങനെയാണ് അവരെ ഇതാക്കുന്നത്. ഇത് ചിലപ്പം നമുക്ക് പറയാൻ പറ്റൂല. എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ പോസ്റ്റർ, ഇന്നലെ വന്ന ടൈറ്റിൽ റിവീൽ നോക്കാം. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇതിൽ ഇത്രയാണ്. എന്തായാലും അടിപൊളി ഒരു പോസ്റ്റർ റിവീൽ ചെയ്യാനുള്ള ഇതാണ്. ഇനി നമുക്ക് വന്ന പോസ്റ്ററിനെ പറ്റി ഒന്ന് നോക്കാം. അതൊന്ന് നോക്കട്ടെ. ടൈറ്റിൽ വന്നിട്ടുണ്ട്. ടൈറ്റിൽ വന്നത് രാഖ എന്നാണ് ടൈറ്റിൽ വന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. അല്ലു അർജുൻ വെറൈറ്റി ലുക്കാണല്ലോ. എനിക്ക് കുറച്ച് വയസ്സായ ഒരാളായിട്ടാണ് കാണിക്കുന്നത്. ഒരു രക്ഷയില്ല. മോനെ, ഇത് മിക്കവാറും ഇത് അല്ലു അർജുൻ ഇനി ഡ്രസ്സ് ഇടുന്നതാണോ അതോ ഇനി ഒരു ക്യാരക്ടറായിട്ടാണോ? ഇതൊരു അച്ഛൻ ക്യാരക്ടറായിട്ടാണ് ഫീൽ ആവുന്നത്. കുറച്ച് പ്രായമുള്ള ഒരു അല്ലു അർജുനാണ് ഫീൽ ആവുന്നത്. ഫുള്ള് കാണിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇതിലും വേറെ ഒന്നും എഴുതിയിട്ടില്ല. ഐക്കൺ സ്റ്റാർ അല്ലു അർജുൻ രാഖ ആൻഡ് അല്ലി ഫിലിം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷെ ഒരു രക്ഷയില്ല ലുക്ക്. എനിക്ക് തോന്നുന്നു മൊട്ട ഫ്രണ്ടിൽ കുറച്ച് അടിച്ചിട്ട് ബാക്കിൽ മുടി വളർത്തിയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അത് അറിഞ്ഞുകൂടാ വലുതായിട്ട്. ഇവിടെ ഇത്രയും ഒരു മുടിയുള്ളൂ, ഇവിടെ ഒന്നും മുടി ഇല്ലാത്തവരും തോന്നും. ചിലപ്പോൾ വേറൊരു സ്റ്റൈലിൻ്റെ രീതിയിൽ ബാക്കിൽ കെട്ടിയിടുന്ന രീതിയിലൊക്കെ ആയിരിക്കും. നമുക്കത് പറയാൻ പറ്റില്ല. എന്തായാലും അടിപൊളി ടൈറ്റിൽ രാഖ. നല്ല രസമുണ്ട് ടൈറ്റിൽ കേൾക്കാൻ. നമുക്ക് എന്തായാലും ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ രാഖ നമുക്ക് നോക്കാം. ചോദിച്ചു നോക്കട്ടെ. എനിക്ക് ഇതിൻ്റെ വലുതായിട്ട് അറിഞ്ഞുകൂടാ രാഖ എന്താണെന്ന്.
എന്ന് പറഞ്ഞാൽ ഫുൾ മൂൺ എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് അറിഞ്ഞൂടാ. ഡാർക്ക് ഇൻറ്റൻസ് പവർഫുൾ പേഴ്സണാണ്. അങ്ങനെയൊക്കെ വില്ലൻ നെയിം അങ്ങനെയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറെ പോലെയാണ് രാഖ. ഫുൾ മൂൺ, പൂർണ്ണചന്ദ്രൻ എന്ന അർത്ഥത്തിലാണ്, അങ്ങനത്തെ രീതിയിലാണ് രാഖ അറിയപ്പെടുന്നതെന്നാണ് ഞാൻ ഇതിൽ അടിച്ചു നോക്കിയപ്പോൾ പറയുന്നത്. പക്ഷെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് സിനിമ കാണുമ്പോൾ അറിയാം. എന്തായാലും ഒരു പവർഫുൾ ഒരു ക്യാരക്ടറായിട്ടാണ് തോന്നുന്നത്. നല്ല ലുക്കാണ്, ഒന്നും പറയാനൊന്നുമില്ല. ഇതിൽ കൂടുതൽ ഡീക്കേഡ് ചെയ്യുന്നില്ല. ഫുള്ള് കാണിച്ചാൽ കൊള്ളായിരുന്നു. എന്തോ ഒരു ക്യാരക്ടറാണ് പവറുള്ളത്. എന്തോ നെഗമൊക്കെ വളർന്ന് ഒരു ബേർ പോലെയൊക്കെ ഊൾഫ് പോലെയൊക്കെയുള്ള ഒരു ക്യാരക്ടർ. നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും അടിപൊളി ഒരു ക്യാരക്ടറാണ്, ഒന്നും പറയാനൊന്നുമില്ല. രണ്ടും ഇഷ്ടമായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുമ്പോൾ ഇതിൽ കൂടുതൽ ഇപ്പോൾ പറയാനില്ല. ബിക്കോസ് അത് ഫുള്ള് വിട്ടാൽ നമുക്കറിയാം. പക്ഷെ ഒരു രക്ഷയില്ല. കുറച്ചുകൂടെ അവർക്ക് കാണിക്കായിരുന്നു, എന്നാൽ മാത്രമല്ല നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു രക്ഷയില്ലാത്ത പോസ്റ്റർ, ഒന്നും പറയാനൊന്നുമില്ല. മറ്റേതായാലും ടൈറ്റിൽ റിവീൽ ചെയ്യാൻ വിട്ട് അതായാലും ഇതാണ് നല്ലതായിരുന്നു. അതും ഒരു രക്ഷയില്ല. കൈ മാത്രം കാണിച്ചിട്ട് ഇതിൽ പകുതി മുഖമേ കാണിച്ചുള്ളൂ. ഫുള്ള് കാണിക്കാമായിരുന്നു തോന്നിയിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്തായാലും എനിക്ക് ഇഷ്ടമായി. കൂടുതൽ ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ പടം ഈ വർഷം എൻഡിലാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യും. പിന്നെ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് നാളെ കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.